ഹറമൈനി ഷാഫിഈ മദ്ഹബ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം. പ്രഗൽഭനായ ഇമാമാണ്, ഫഖീഹാണ്, ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ശത്രുക്കളുമായി അവിശ്വാസികളുമായി സംവാദം നടത്തുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് ഇടർച്ച വരാറുണ്ട്. നാവിൽ വാക്കുകൾ വരില്ല. പെട്ടെന്ന് ചെറിയൊരു സ്റ്റക്ക് വരും, ഒരു പ്രയാസം വരും, ഒരു വിക്ക് വരും. ആ സമയം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. വല്ലാഹി ഇന്നി അഅലമു സബബ ഹാദൽ ഇഹ്തിബാസ്. എന്റെ നാവിലൂടെ വാക്കുകൾ ഫ്ലോ ആയി വരാൻ കഴിയാത്തതിന്റെ, ഞാൻ പറയുന്ന വാക്കുകൾ കൃത്യമായി എനിക്ക് പറയാൻ സാധിക്കാത്തതിന്റെ കാരണം എനിക്ക് നന്നായി അറിയും. ആളുകൾ ചോദിച്ചു, എന്താണത്? എന്റെ വാപ്പ സ്വാലിഹായ മനുഷ്യനായിരുന്നു, വളരെ നല്ല ഒരാളായിരുന്നു. എന്റെ വാപ്പ നല്ല ആളായിരുന്നു. കാന അബൂഹു മിനൽ ഉലമാ. ഇമാമുൽ ഹറമൈനിയുടെ വാപ്പ വലിയ പണ്ഡിതനാണ്, പക്ഷേ മകന്റെ അത്ര പ്രശസ്തി ഉണ്ടായിട്ടില്ല. ആ മകന്റെ ഉപ്പ ഈ പൊന്നുമോൻ പ്രസവിക്കപ്പെട്ടപ്പോൾ തന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, മോളെ നീയല്ലാതെ ഒരാളും കുഞ്ഞിന് പാല് കൊടുക്കരുത്. അറബികളുടെ കഷ്ടം എന്ന് വെച്ചാൽ അവരുടെ സിസ്റ്റത്തില് കുഞ്ഞിന് പാല് കൊടുക്കാൻ ഉമ്മന്നെ വേണമെന്നില്ല. അങ്ങനെയാണ് അവര് പല ആളുകളും കുഞ്ഞിനും മുലയൂട്ടും. അതുകൊണ്ട് റളാഅത്തിന്റെ ബന്ധമൊക്കെ ഒരുപാട് കിതാബുകൾ ചർച്ച തരാൻ തന്നെ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും ഹലീമ ബിബിയെ മുലയൂട്ടാൻ കൊണ്ടുപോയത് റളിയല്ലാഹു അൻഹ. അത് അറബികളുടെ രീതിയാണ്, നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ല. വളരെ വിചിത്രമാണ് അങ്ങനെയൊക്കെ അല്ലെ, ഉമ്മയല്ലാത്ത ഒരു കുഞ്ഞിന് പാൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലില്ല, പക്ഷേ അറബികളുടെ ലോകത്ത് ധാരാളമാണ്. വാപ്പ പറഞ്ഞു, മോളെ, ഭാര്യയോട് പറഞ്ഞു, എന്റെ ഉമ്മയോട് പറഞ്ഞു, നീയല്ലാതെ ഒരാളും എന്റെ കുഞ്ഞിന് പാല് കൊടുക്കരുത്. ഇതേ സംഭവം അബൂ ഹനീഫ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറയാറുണ്ട്. മുഹദ്ദിസ് ശൈഖ് തങ്ങളെ സംബന്ധിച്ച് കാണാൻ കഴിയും. അല്ലാമ ദഹബി തങ്ങൾ സൈർ അലാമിൻ നുബലായിൽ രേഖപ്പെടുത്തിയത് ഇമാമുൽ ഹറമൈനിയെ സംബന്ധിച്ചാണ്. ഒരു ദിവസം എന്റെ ഉമ്മ എന്നെ വീടിന്റെ നടുമുറ്റത്ത് കിടത്തിപ്പോയ സമയത്ത് ഞാൻ വല്ലാതെ വാവിട്ട് കരഞ്ഞു. വാപ്പ പറഞ്ഞു കൊടുത്ത കഥയാണ്. വല്ലാതെ വാവിട്ട് കരഞ്ഞു. ഉമ്മ ജോലി തിരക്കിലാണ്. അന്ന് ദാറാണ്. ദാറും ബൈത്തും അറബിയിൽ വ്യത്യാസമുണ്ട്. അറബി പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് സദസ്സിലുണ്ടാവും. ദാർ എന്ന് പറഞ്ഞ ഒന്നിലേറെ വീടുകൾ ഉണ്ടാകുമ്പോഴാണ് ദാർ എന്ന് പറയാ. ബൈത്ത് ഒരു വീട്ടുകാരെ താമസിക്കുന്ന ഒരു കുടുംബത്തിന്റെ വീടാണ് ബൈത്ത്. ബൈത്ത് മുദക്കറാണ്, ദാർ മുഅന്നസാണ്. ഒരുപാട് വീടുകൾ ചുറ്റി ഒരു കുടുംബം ഒന്നാകെ താമസിക്കുന്ന കോമ്പൗണ്ടിനാണ് നമ്മൾ ദാർ എന്ന് അറബിയിൽ പറയാം. ഞങ്ങളുടെ കൂട്ടു കുടുംബത്തിന്റെ വീടിന്റെ മുറ്റത്ത് അങ്ങനെയാണ്. അങ്ങനെ ഞാൻ കരയാൻ തുടങ്ങിയപ്പോ എന്റെ ഉമ്മ എന്റെ കരച്ചിൽ കേൾക്കാതെ വരികയും ഉമ്മ ജോലി തുടരുകയും ചെയ്തപ്പോ എന്റെ നിലവിളിച്ച കരച്ചിൽ കേട്ട് ഞങ്ങളുടെ അയൽപക്കത്ത് ജോലി ചെയ്യുന്ന ഒരു വീട്ടുകാരന്റെ അടിമപ്പെണ്ണ് ജാരിയത്ത്, ഒരടിമപ്പെണ്ണുണ്ട്, ഒരു അമത്തുണ്ട്. അവൾ ഓടി വന്നു. അവൾ പ്രസവിച്ചവളാണ്. എന്നെ വാരിപ്പുണർന്നു. എന്റെ കരച്ചിൽ നിൽക്കാൻ വേണ്ടി എനിക്ക് അവർ പാല് തന്നു. ആ പാല് കുടിച്ച് ഞാൻ കരച്ചിലൊക്കെ നിർത്തി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പ വീട്ടിലേക്ക് കയറി വരുന്നത്. ആ അടിമപ്പെണ്ണിനെ താങ്ങി നിർത്തുന്നതും എനിക്ക് പാല് തരുന്നതുമാണ് കാണുന്നത്. അവര് പറഞ്ഞു, അല്ലാഹുവേ കാക്കണേ പടച്ചവനെ, എന്റെ കുഞ്ഞിന് എന്റെ ഭാര്യയല്ലാതെ മറ്റാരും പാല് കൊടുക്കരുതല്ലോ. അവർ ചോദിച്ചു, സഹോദരി നിങ്ങൾ എന്താ ചെയ്തത്? പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് കരയായിരുന്നു, ഞാൻ എടുത്തു, കുഞ്ഞിന് പാല് കൊടുത്തപ്പോ കുഞ്ഞ് ശാന്തനായിട്ടുണ്ട്. പറഞ്ഞു, പെണ്ണെ, നീ ഞങ്ങളുടെ അയൽവാസിയുടെ അടിമ സ്ത്രീയാണ്. അടിമ എന്നത് സമ്പത്ത് വിൽക്കപ്പെടുന്ന പോലെ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് നിന്റെ പാല്, നിന്റെ ജോലി, നിന്റെ ആരോഗ്യം എന്റെ അയൽപ്പക്കക്കാരൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞിന് പാല് തരാനുള്ള സമ്മതം നിന്റെ ഉടമസ്ഥനോട് ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് എന്റെ വായയിലേക്ക് എന്റെ വാപ്പ വിരലിട്ടു. എന്നെ കൊണ്ട് ഛർദിപ്പിച്ചു. കുടിച്ച പാല് മുഴുവനും ഞാൻ ഛർദിച്ചു. എന്നിട്ടും എന്റെ ശരീരത്തിൽ എവിടെയോ പാല് കടന്നുപോയതിന്റെ പേരിൽ, നാഡീധമനികളിലേക്ക് കടന്നുപോയതിന്റെ ഏതെങ്കിലും ഒരംശം എന്റെ ശരീരത്തിൽ ബാക്കിയുള്ളത് കൊണ്ടാണ് ഇന്നും എനിക്ക് വിക്ക് വരുന്നത് എന്ന് എനിക്കറിയാമെന്ന് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കൊരു സംശയം വരുന്നുണ്ടോ? ഒന്നാണ്, നമുക്ക് മൊത്തം വിക്ക് വരേണ്ടതല്ലേ? നമ്മൾ കഴിക്കുന്നതൊന്നും അങ്ങനെ ഹലാലായിട്ടില്ലല്ലോ, എന്തേ ഇപ്പൊ അങ്ങനെ ഇല്ലാത്തത്? അങ്ങനെ സംശയം വന്നോലും കൈപൊക്കിയട്ടെ. ചിന്തിക്കുന്നവര് അൽഹംദുലില്ലാ, ധൈര്യമായിട്ട് കൈപൊക്കിക്കോ. അൽഹംദുലില്ലാ, രണ്ടാൾ. അപ്പൊ ചിന്തിക്കുന്നവര് കൂടെ ഉണ്ട്. അൽഹംദുലില്ലാ. ആലോചിക്കണം, നന്നായിട്ട് ആലോചിക്കണം. മദീനയിൽ മുത്തുനബി തങ്ങളും സ്വഹാബികളും ഇരിക്കുമ്പോൾ ഒരു ദുർഗന്ധം വരുന്നു. ഒരു ദുർഗന്ധം.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞത് ഹദീസിൽ കാണാൻ കഴിയും. വല്ലാത്ത ദുർഗന്ധം. ഞങ്ങൾ ചോദിച്ചു, മുത്തുനബിയേ എന്താണ് ആ ദുർഗന്ധം? കാരണം അങ്ങനെ ഒരു ചപ്പ് ചവറുകളുള്ള പ്രദേശം മദീനയുടെ പരിസരത്തില്ല. നബി തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ? ജൂതന്മാരിൽപ്പെട്ട ചില ആണുങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് അവരുടെ വീടുകളിൽ നിന്ന് പറഞ്ഞതിന്റെ ഗന്ധമാണ്, നാറ്റമാണ് നിങ്ങൾ അറിഞ്ഞത്. നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ ഹദീസിനെ തഅലീഖ് ചെയ്തു, അതിന്റെ അനുബന്ധം കൊടുത്തു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താ നമ്മളത് അനുഭവിക്കാത്തത്? എമ്പാടും ഗീബത്ത് നിമീമത്തുകൾ നമ്മുടെ വാട്സപ്പിലല്ലേ, മൊബൈലിലൊക്കെ എന്തൊരു നാറ്റം വരണം അങ്ങനെയാണെങ്കിൽ. നമ്മുടെ TV സ്ക്രീനിൽ നിന്ന് നാറ്റം വരണ്ടേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടുകൾക്കുള്ളിൽ നിന്ന് നാറ്റം വരണ്ടേ? എന്താ അതറിയാത്തത്? ഫഖദ് അമ്മൽ ബലാ, ആ നാശം വ്യാപിച്ചിരിക്കുകയാണ്. അങ്ങ് വ്യാപിച്ചു. അന്ന് അങ്ങനെയല്ലല്ലോ. ശുദ്ധമാണ് കാലാവസ്ഥ. കാലാവസ്ഥ ശുദ്ധമാകുമ്പോ അതിൽ വരുന്ന മാറ്റം പെട്ടെന്ന് തിരിച്ചറിയും. മുക്കുവന്റെ വീട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞ് പോയാൽ പറയുന്ന കഥല്ലേ? പെണ്ണ് പറയില്ലേ, എന്തോ ഒരു നാറ്റായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോ. കല്യാണം കഴിഞ്ഞ് മുക്കുവന്റെ വീട്ടിൽ ഒരു 2 മാസം താമസിക്കുമ്പോൾ ഇപ്പൊ നാറ്റല്ല, ഞാൻ വന്നതിന്റെ ശേഷം വൃത്തിയായത്. അവിടെ മൂക്കിനത് ശീലായിപ്പോയി. ഇതാണല്ലോ അതിന്റെ നിജസ്ഥിതി എന്ന പോലെ. അതുകൊണ്ട് അപ്പൊ നമ്മൾ ഈ മാറ്ററിയാത്തത്. ഇമാമുൽ ഹറമൈനിക്ക് വന്ന വിക്ക് ശുദ്ധന്മാർ ജീവിച്ച കാലമാണ്. ശുദ്ധന്മാരാണ്. എന്റെ ഉപ്പ എന്നോട് ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞു. ഛർദ്ദിപ്പിച്ചു ചെറിയ പിഞ്ചു പൈതലിനെ. 1 വയസ്സോ 1.5 വയസ്സോ ഉള്ള കുഞ്ഞിന്റെ വായിൽ നിന്നാണ് ആ പാല് ഛർദ്ദിപ്പിച്ചെടുത്തത്. അതിന്റെ അംശങ്ങൾ എവിടെയോ എന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരാത്തത്, എവിടെയോ ബാക്കിയുള്ളതിന്റെ പേരിലാണ് ഇന്നും ഞാൻ എന്റെ നാവിൽ ഇതിന്റെ വിഷമം അനുഭവിക്കുന്നത്. ഒരു വാപ്പ തന്റെ മകന് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ സേവനം അവർക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹലാലായ സമ്പാദ്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ, ഒരു ദിവസം പാല് കുടിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം വന്നപ്പോ ദാഹിച്ചു നിൽക്കുമ്പോ പാല് കൊണ്ടുപോയി കൊടുത്തു. വളരെ പെട്ടെന്ന് തന്റെ പരിചാരകനോട് ചോദിച്ചു, യാ ഗുലാം മിൻ ഐന ലക ഹാദാ, എവിടുന്നായി കൊണ്ടുവരുന്നത്? മിൻ ഇബ്ലിസ് സദഖ, നമ്മുടെ സക്കാത്തിന്റെ ഒട്ടകത്തെ കെട്ടിയിട്ട് ആ ആലയുണ്ടല്ലോ അവിടുന്ന് കിട്ടിയതാണ്. ഒട്ടകത്തിന്റെ ഏത് ഒട്ടകം? ഇബ്ലിസ് സദഖ. സദഖ എന്ന് പറയുന്നത് സക്കാത്തിനാണ്. ശർഇന്റെ പല ടേമുകളിലും ഇസ്തിലാഹിൽ സദഖ എന്ന വാക്ക് സക്കാത്തിന്റെ അർത്ഥത്തിൽ വരും. ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാ, സദഖയുടേതാണ്, സക്കാത്തിന്റേതാണെന്ന അർത്ഥം അവിടെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹ്ലക്തനീ, നീ എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഉമറിന് സക്കാത്തിന്റേത് കുടിക്കാൻ പാടുള്ളതല്ലോ. ഉമർ സക്കാത്ത് വാങ്ങാൻ അർഹനല്ലല്ലോ. ഫതഖയ്യ, ഉമർ റളിയല്ലാഹു അൻഹു ഛർദിച്ചു. ഹത്താ അജ്ഹസ, ഛർദിച്ച് വല്ല അപകടവും സംഭവിക്കുമോ, ശ്വാസം തിങ്ങി മരിക്കുമോ എന്ന് തോന്നുമാർ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വളരെ വിഷമിച്ചുകൊണ്ട് ശരീരത്തിലെ അവസാനത്തെ ഒരു തുള്ളി പോലും പുറത്തെടുത്തു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മളിതൊക്കെ പറയുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. എത്ര വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്നുണ്ടാവും. ദയവ് ചെയ്തിട്ട് പറയാം, നിങ്ങൾ ആരെങ്കിലും ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ ജോലി ബാങ്കിലാ, ഹറാമായ ബിസിനസ്സാണ്, അല്ലെങ്കിൽ കള്ള ബിസിനസ്സാണ്, അവിടെ ബോംബെയിൽ വേശ്യാലയം നടത്തല എന്ന് പറഞ്ഞു കൊടുത്ത് എന്നിട്ട് വരികയാണെങ്കിൽ വിളിച്ചാൽ മതി. ദയവ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാതെ വിളിച്ചുകൊണ്ട് അവരുടെ വയറ്റിലൊന്നും ഹറാമാക്കി കൊടുക്കരുതേ. ദയവ് ചെയ്തിട്ട് പറയാം, വലിയ വിഷയമാണ്. തഹറിൽ ഹലാൽ വൽ ഹറാം, എന്താണ് ഹലാലുകൾ എന്താണ് ഹറാമുകൾ എന്ന് നോക്കാതെ ജീവിക്കുന്ന കാലം താൻ നശിച്ചു പോകുന്നതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ളവരെ നശിപ്പിക്കേണ്ടതുണ്ടോ? മുത്തനബി പറയാണ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കൈയുയർത്തിയാൽ തന്നെ അള്ളാഹുവിന്റെ മലക്കൂത്ത് സമാ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. ദുആഇന് ഉത്തരം വരും. നിങ്ങൾ ദുആഇരുന്നാൽ മതി, ഉത്തരം വരും. എന്തേ? നിങ്ങളുടെ ഭക്ഷണം ഹലാലാണെങ്കിൽ മക്കൾക്ക് കൊടുക്കേണ്ടതും ആദ്യത്തെ പാഠം അത് തന്നെയാണ്. മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ശ്രദ്ധ വരേണ്ടത് അവരുടെ ഭക്ഷണമാണ്. അല്ലാഹു ഹലാല് കൊടുക്കാനും അത് ഹലാല് കഴിക്കാനുമുള്ള മാത്രമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹുമാ, സിദ്ദീഖ് തങ്ങളുടെ വാപ്പ മുസ്ലിമായിട്ടുണ്ട് പിന്നീട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം ഇതുപോലെ തന്റെ ഗുലാമിനോട്, തനിക്ക് ജോലി ചെയ്യുന്ന ഗുലാമിനോട്, എത്യോപ്യക്കാരനായ ഒരു ചെറുപ്പക്കാരനായ അടിമയുണ്ട് ബഹുമാനപ്പെട്ടവർക്ക്, ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോ അവൻ കുറച്ച് ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്നു.
ചോദിച്ചു, എവിടുന്നാണിത്? സാധാരണ എപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിക്കുന്നതിന് മുമ്പേ ചോദിക്കും എവിടുന്നാണ്. അന്ന് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ചോദിച്ചില്ല. കഴിച്ചിട്ട് ചോദിച്ചു, അല്ല എവിടുന്നേ ഇപ്പൊ കിട്ടിയത്? അവൻ പറഞ്ഞെന്താണെന്നറിയോ? സിദ്ദീഖ് എന്നവരെ, അതിന്റെ രസം പറയണോ? ഞാൻ ജാഹിലിയ കാലത്തെ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ ഒക്കെ മുമ്പ്, ഇസ്ലാമൊക്കെ വരുന്നതിന്റെ മുമ്പ് ഞാൻ ജ്യോത്സ്യപ്പണി എടുത്തിരുന്ന ആളാ, ജ്യോത്സ്യനായിരുന്നു. ആളുകൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കും, നിന്റെ ഭാവി എന്നതാണ്, നാളെ ഗൾഫൊക്കെ വിസ കിട്ടും, ഇതൊക്കെ പറഞ്ഞു കേൾക്കാൻ നമുക്ക് ആഗ്രഹം അല്ലേ? ആരെടുത്ത് ചെല്ലും, ഉസ്താദെ ഗൾഫൊക്കെ വിസ ഇട്ടാൻ തോരക്കണം. നമ്മൾ അള്ളാഹുവിനോട് പടച്ചറബെ മരിക്കണ നേരത്തെ ഈമാൻ കിട്ടാൻ വേണ്ടി തോരക്കണം ഉസ്താദെ. നമ്മൾ അങ്ങനെ പറയൽ കുറവാണ്, പറയുന്നവരില്ല എന്നല്ല, കുറവാണ്. അധികം പറയല എന്താ, വേദന ഉണ്ട്, അസുഖമുണ്ട്, പിന്നെ കച്ചവടം ഒന്ന് ശരിയാവണം, ജോലി ഒന്നും ശരിയായിട്ടില്ല, ഇപ്പൊ ഇച്ചിരി കുറവാ ബിസിനസ് തോരക്കണം. സുബ്ഹാനല്ലാഹ്, ദുന്യാവ് എന്ന് പറഞ്ഞ ഇതൊക്കെ തന്നെയല്ലേ? ഇതില്ലെങ്കിൽ ഇപ്പൊ സ്വർഗാവൂലേ? ഒക്കെ പറഞ്ഞ പോലെ നല്ല ഗ്രാഫ് ഇങ്ങനെ പൊങ്ങിപ്പോവാണ്, ഇത് സ്വർഗല്ലേ? ഇത് ദുന്യാവാണ്. ഇവിടെ വിഷമങ്ങൾ ഉണ്ടാവും, കുറേക്കമ്മ സഹിച്ചാ കൂലി കിട്ടൂലേ? നമ്മളാകെ പറയലതാ. ജാഹിലിയ കാലത്ത് ഞാൻ ജ്യോത്സ്യപ്പണി എടുത്തിട്ടുണ്ടായിരുന്നു സിദ്ദീഖ് എന്നവരെ. ആ ജ്യോത്സ്യപ്പണിക്ക് പൈസ അവര് തന്നിട്ടില്ലായിരുന്നു, ഇപ്പോഴാ തന്നത്. ആ പൈസ കൊണ്ട് വാങ്ങിച്ച പണം, ഇതിന്റെ ഫുഡാണത് ഞാൻ വാങ്ങിച്ചത്, ആ പൈസ കൊണ്ട് വാങ്ങിച്ച ഭക്ഷണമാണത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു കരച്ചിൽ കരഞ്ഞിട്ടുണ്ട്. യാ ഗുലാം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് നിനക്ക് ഓർമ്മയില്ലേ? കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഏതൊരു ശരീരവും ഹറാമിൽ നിന്നാണ് പരിപോഷണം സിദ്ധിച്ചതെങ്കിൽ, ന്യൂട്രീഷൻ കിട്ടിയത് ഹറാമിൽ നിന്നാണെങ്കിൽ, ഫന്നാറു ഔലാ ബിഹി, ആ ശരീരം പോയി കിടക്കാൻ നല്ലത് സ്വർഗ്ഗമല്ല നരകമാണ് എന്ന് മുത്തുനബി പറയുന്നത് നീ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വായിലേക്ക് കൈയിട്ടിട്ട് മുഴുവൻ ഭക്ഷണവും പുറത്തു വരുന്നവരെ ആളുകൾ പറഞ്ഞു, ഇർഹം നഫ്സക യാ അബൂബക്കർ, അബൂബക്കറെ നഫ്സിനോടൊന്ന് കാരുണ്യം കാണിച്ചേക്കണം, ഇത്രക്കങ്ങ് വേണോ? വിശന്നപ്പോ തിന്നതല്ലേ, കുഴപ്പമില്ലല്ലോ. നാട്ടുകാർ ഇങ്ങനെ പറയാം, ഞാനും കുഴപ്പമില്ലല്ലോ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ മസലതാ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഒക്കെ ജായിസാന്ന വിചാരം. എല്ലാവരും ചെയ്യുന്നുണ്ട്, അങ്ങനെ ഉണ്ടല്ലോ, ഒരു തഅമീം ചെയ്യാന്ന് പറയും. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അമാ തർളാ അയ്യഹരിഖ നഫ്സി അന്നാർ, എന്റെ ശരീരം നരകം തിന്ന് കരിച്ചു കളയുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഞാൻ നരകത്തേക്ക് പോകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വായിലേക്ക് കൈയിട്ട് ഛർദ്ദിപ്പിച്ചിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പേരിൽ. സാന്ദർഭികമായി പറയട്ടെ, ഉമ്മമാരറിയണം, സഹോദരിമാരറിയണം, ജ്യോത്സ്യപ്പണി ചെയ്യുന്നത് തന്നെ ഹറാമാണ്. അത് ചെന്ന് കേൾക്കുന്നതോ അവിടെ പോയിരിക്കുന്നതോ, ജ്യോത്സ്യന്മാരോട് നമ്മൾ അവരോട് ചെന്ന് ചികിത്സ തേടി പോകുന്നതോ അള്ളാഹുവിന്റെ ദീൻ വിലക്കിയതാണ്, ഹറാമാണ്. മുസ്ലിമീങ്ങളോടാണ് ഞാനീ പറയണത്, തിരുത്തി പറയാൻ, അതിന് പിന്നെ കോമരം തുള്ളണ്ട. മുസ്ലിമീങ്ങളോടാണ്, മുസ്ലിം ഉമ്മത്തിനോടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇസ്ലാമികമായ രീതിയിലുള്ള ചികിത്സയല്ലാതെ ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു മതവിശ്വാസികൾ മതാചാര പ്രകാരം നടത്തുന്ന ഒരു ചികിത്സയും നമുക്ക് പാടുള്ളതല്ല. ഒരു സംശയം വേണ്ട. പർദ്ദ ധരിച്ച പെണ്ണുങ്ങൾ അമ്പലത്തിന്റെ മുറ്റങ്ങളിൽ കണ്ടുപോകരുത്. പെണ്ണുങ്ങൾക്ക് ബോധല്ലേ? മുസ്ലിമീങ്ങളാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ പോകുന്നത്? ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള അമ്പലങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങളോട് നമുക്ക് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലുമേ നമ്മൾ അവരോടൊപ്പം ജീവിക്കാവൂ. മുസ്ലിമിന്റെ ഈമാൻ അതിനേക്കാളൊക്കെ വലുതാണ്. മുസ്ലിമിന്റെ വിശ്വാസമില്ലെങ്കിൽ അവൻ നരകത്തിലേക്കാണ്. അതുകൊണ്ട് വിശ്വാസം തകർന്നു പോകുന്ന ഏർപ്പാടാണിത്. മുസ്ലിം സഹോദരിമാർ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു പൂജാരിയുടെ അടുത്തേക്ക് പോയാൽ ചികിത്സ, അവിടുത്തെ ചികിത്സ കൊണ്ട്, അമ്പലത്തിലെ പൂജ കൊണ്ട് ശിഫയുണ്ടെന്നെങ്ങാനും പറഞ്ഞാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുത്തനബി കൊണ്ടുവന്ന പരിശുദ്ധമായ ഇസ്ലാം നിങ്ങൾ കുഫറായിരിക്കുന്നു, ഇസ്ലാം എന്ന് പുറത്തു പോയിരിക്കുന്നു. മുത്തനബിയാ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ ബഹുമാന്യരായ സഹോദരിമാരെ, ആര് എന്ത് പറഞ്ഞാലും ശരി, പിശാചിന്റെ ശല്യം ജീവിതകാലം മുഴുവനും സഹിക്കലാണ്. ഒരു ഹറാമിലൂടെ നിങ്ങൾ ചികിത്സിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് നരകത്തിലേക്ക് തടിപോയി കിടക്കുന്നതിനേക്കാളും നല്ലത് മരിക്കും വരെ ഒരു രോഗം കൊണ്ട് നടക്കലല്ലേ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. സാന്ദർഭികമായി പറയാൻ, ജാഹിലിയ കാലത്ത് ജ്യോത്സ്യപ്പണി ചെയ്തതിന് കാശ് ഇപ്പോഴാ കിട്ടിയത്. ആ കാശ് കൊണ്ടാണ് സിദ്ദീഖ് എന്നവരെ ഈ ഭക്ഷണം ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവേ കാക്കണേ റബ്ബേ, എന്റെ ശരീരത്തിലേക്ക് ഹറാം കടന്നുപോയല്ലോ.
ഹറാമിലെ എന്റെ ശരീരത്തിന്റെ മാംസമായി രക്തമായ ഹറാമ് മാറിപ്പോയല്ലോ എന്ന് പേടിക്കുകയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവനാണ് അമ്പിയാക്കന്മാർ മുത്തുനബി സ്വർഗ്ഗത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ പിന്നെ കയറുന്നവരിൽ പ്രധാനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് തങ്ങളാണ്. ആ മഹാനുഭാവൻ പഠിപ്പിക്കാൻ നമുക്കൊക്കെ ഇതിൽ മാതൃകണ്ടേ. അല്ലാഹു നമുക്കതൊക്കെ ഇത്തിബാ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മുടെ ബെങ്കരക്കുന്ന് സോഷ്യൽ സെന്റർ പ്രവാസി കമ്മിറ്റി അൽഹംദുലില്ലാഹ് നാട്ടിലെ നിർധനരായ കുട്ടികളിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണ സഹായമായി 5 പവൻ സ്വർണവും അതുപോലെ ഒരു കിഡ്നി പേഷ്യന്റ് ഉണ്ട്, അവർക്ക് ചികിത്സയിലേക്ക് ഒരു 10,000 റുപ്പീസും നൽകാൻ നമ്മുടെ സദസ്സിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇത്രയും നല്ല മനസ്സുള്ളത് കൊണ്ടായിരിക്കണം അല്ലാഹുവിന്റെ റഹ്മത്ത്, അവന്റെ കാരുണ്യം നമ്മുടെ കച്ചവടങ്ങളിലും ജോലിയിലും നമ്മുടെ വീടുകളിലൊക്കെ എന്തൊരു ഐശ്വര്യമാണ്. അൽഹംദുലില്ലാഹ്. സഹോദരൻ പറഞ്ഞു, ഇവരുടെ മുമ്പിലേക്ക് ഒരു കല്യാണ വിഷയം വന്നിട്ട് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. നിങ്ങളുടെ ഈ പരിസരത്ത് ജീവിക്കുന്ന ഒരാൾ സ്വന്തം ഭാര്യയുടെ 50 പവൻ സ്വർണം എടുത്തിട്ട് കൊടുക്കുകയാണ്, കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഇതൊക്കെ സ്വീകരിക്കട്ടെ. അല്ലാഹു ഇത് കബൂൽ ചെയ്യട്ടെ. ആർക്കങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? പെണ്ണുങ്ങൾ വിടുവോ? എന്റെ പൈസ കൊടുക്കണ്ട, വേറെ ഏതെങ്കിലും വിറ്റ് കൊടുത്തോളി എന്നല്ലേ പറയാം. അത്രയും സുമനസ്സുകൾ ഈ സദസ്സിലിരിക്കുന്നുണ്ടാവണം. അല്ലാഹു അവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ദുആഇന് അല്ലാഹു ഉത്തരം തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ, ഒരു സമൂഹത്തിന്റെ തർബിയത്തിൽ പിതാക്കന്മാർ ചെയ്യുന്ന റോൾ അതാണ്. അവർക്ക് ഏറ്റവും നല്ല ഹലാൽ അവർക്ക് ഭക്ഷണമായി കൊടുക്കുന്നത്. പിന്നെ ഉമ്മമാരുടെ റോളുണ്ട്. മക്കൾ നശിച്ചു പോവാനൊക്കെ കാരണമായത് ഉമ്മമാരാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീമിലെ അവസാനത്തെ 2 ആയത്തുകളാണ് ഞാൻ ഓതിയത്. അവിടെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. 2 പ്രവാചകന്മാരുടെ ചരിത്രമാണ് അവിടെ പറഞ്ഞത്. നൂഹ് നബിയുടെ മകൻ മുസ്ലിം അല്ലാതെ ആയിപ്പോവാനുള്ള കാരണം പറഞ്ഞത് നൂഹ് നബിയുടെ ഭാര്യയായിരുന്നു. അതിന്റെ കാരണം നാം മുഫസ്സിരീങ്ങൾ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. ضرب الله مثلا. അല്ലാഹു ഉദാഹരണം പറഞ്ഞു തരുന്നു നബിയേ. ലില്ലദീന കഫറൂ. അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ഉദാഹരണം അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട് നബിയേ. ശ്രദ്ധിച്ചു കേൾക്കുക. ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. നൂഹ് നബി അലൈഹിസ്സലാം മെസപ്പൊട്ടേമിയയിൽ വന്ന ഇറാഖിലെ ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഇടയിലെ ഫലഭൂയിഷ്ഠമായ മണ്ണെന്നറിയപ്പെടുന്ന മെസപ്പൊട്ടേമിയയിലേക്ക് നബിയായി വന്ന നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാം, മഹാനായ പ്രവാചകന്റെ ഭാര്യ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. രണ്ടുപേരും അവിശ്വാസികളായിരുന്നു. كانتا تحت عبدين من عبادنا صالحين. നമ്മുടെ സജ്ജനങ്ങളായ 2 ചെറുപ്പക്കാർ, എന്റെ സജ്ജനങ്ങളായ 2 സ്വാലിഹീങ്ങളായ 2 അടിമകൾ, അവരുടെ കീഴിൽ ജീവിച്ചവരായിരുന്നു. അവരുടെ ജീവിതം പങ്കുവച്ചവരാണ്, അവരുടെ ഭാര്യമാരായവരാണ്, അവരുടെ രഹസ്യങ്ങൾ അറിഞ്ഞവരാണ്. ഫഖാനതാഹുമാ. ആ 2 പെണ്ണുങ്ങളും തങ്ങളുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. എത്ര ഉണ്ടങ്ങനെ നല്ല ചെറുപ്പക്കാർ, ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്താതെ നിസ്കരിക്കുന്ന, നല്ല തഹജ്ജുദ് നിസ്കരിക്കുന്ന ചെറുപ്പക്കാർ. അവൻ തഹജ്ജുദിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭാര്യ പിന്നാമ്പുറത്തുകൂടെ മറ്റൊരുത്തനെ വിളിച്ചു കൊണ്ടുവരലായി അകത്തേക്ക്. എത്ര ഉണ്ടങ്ങനെ. ഭർത്താവ് നല്ലവനാണ്, ഭാര്യ മോശക്കാരൻ. നേരെ മറിച്ചില്ലേ,
അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഏതു നേരവും തന്റെ ഭർത്താവൊന്ന് നന്നാവണേ എന്ന് ദുആ ചെയ്യുന്ന ഭാര്യ, എനിക്കയാളിൽ നിന്ന് ജനിക്കുന്ന മക്കൾ നല്ലവരാവണേ എന്ന് ദുആ ചെയ്യുന്ന കണ്ണുനീർ കുടിച്ച്, മുസല്ലകൾ നനഞ്ഞ് കണ്ണുനീര് കൊണ്ട് നനഞ്ഞ് പാതിരാവുകളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന എത്രയോ നല്ല ചെറുപ്പക്കാരി പെണ്ണുങ്ങളുണ്ട് ഇവിടെ. എന്നിട്ട് അവരെ കല്യാണം കഴിച്ചത് 4 കാലിൽ നടന്നു വരുന്നവൻ രാത്രിയായ പിന്നെ കള്ളുടിച്ചേ പറ്റൂ, നിസ്കരിക്കില്ല, അല്ലാഹുവിനെ ഭയപ്പെടില്ല. എത്ര പേരുണ്ടങ്ങനെ? അല്ലാഹുവിന്റെ ചില തീരുമാനങ്ങളാണ്, നമുക്കത് സഹിച്ചേ പറ്റൂ. അമ്പിയാക്കന്മാർക്ക് വരെ പരീക്ഷണങ്ങൾ ഉണ്ടായല്ലോ. കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ, എന്റെ സജ്ജനങ്ങളായ 2 അടിമകളുടെ കീഴിൽ ജീവിച്ചിരുന്നവരായിരുന്നു അവര്. ഫഖാനതാഹുമാ, അവർ 2 പേരും തങ്ങളുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. നൂഹ് നബിയെ നൂഹ് നബിയുടെ ഭാര്യ വഞ്ചിച്ചു, ലൂത്ത് നബിയെ ലൂത്ത് നബിയുടെ ഭാര്യയും വഞ്ചിച്ചു. ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, അല്ലാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ ഒന്നും അവരെ തടുക്കാനുണ്ടായില്ല, ഒന്നും അവരെ സംരക്ഷിച്ചില്ല. നരകത്തിലേക്ക് കടന്നോളൂ പെണ്ണുങ്ങളെ എന്ന് അവരോട് പറയപ്പെട്ടു കഴിഞ്ഞു. നബിയേ, എന്നും നരകത്തിൽ കിടക്കുന്നവരോടൊപ്പമാണ് നൂഹ് നബിയുടെ ഭാര്യയും ലൂത്ത് നബിയുടെ ഭാര്യയും എന്ന് അവരോട് പറയപ്പെട്ടു കഴിഞ്ഞു. നബിയെ, അവർക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത്, വെള്ളപ്പൊക്കത്തിന്റെ മഹാകെടുതി, ചെന്നൈ നഗരത്തിന്റെ വാർത്തയാണ് പത്രങ്ങളിൽ മുഴുവനും കിടക്കുന്നത്. ഫ്ലൈറ്റുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുക, ഓട്ടോ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത പോലെ അനക്കാൻ പറ്റുന്നില്ല. അല്ലാഹു തആല അങ്ങ് വെള്ളം ശിക്ഷയായി ഇറക്കി തന്നാൽ ഫലാ മഫറ മിൻ, ഓടി രക്ഷപ്പെടാം. എങ്ങോട്ട് അതൊക്കെ അടിച്ചൊഴിവാക്കുക? ഏത് മുനിസിപ്പാലിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രളയക്കെടുതി, ഒരാൾ മരിച്ചു, എന്തൊക്കെ അസുഖങ്ങളിൽ വരാൻ പോവാൻ, അല്ലെങ്കിലേ അഴുക്കുചാലുകളാണ്, അതൊക്കെ മഴ കൂടി പെയ്ത് നിറഞ്ഞ എന്താ ചെന്നൈ നഗരത്തിന്റെ ഒക്കെ അവസ്ഥ. സുബ്ഹാനല്ലാഹ്. നൂഹ് നബിയുടെ കാലത്തൊരു വെള്ളപ്പൊക്കം നമ്മൾ ഓർക്കുകയാണ് ഇവിടെ. അല്ലാഹു തആല പറഞ്ഞു, നൂഹ് നബിയേ, അനിസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ, നൂഹ് നബിയെ കപ്പലുണ്ടാക്കിക്കോളൂ, നിങ്ങളുടെ കുടുംബത്തെ ഞാൻ രക്ഷപ്പെടുത്തും. വലാ തുഖാതിബ്നി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ, അക്രമം ചെയ്ത ആളുകളെ സംബന്ധിച്ച് എന്നോട് മിണ്ടുക പോലും ചെയ്യരുത് നൂഹ് നബിയെ. ആരാണത്? ആ ദുൽമ ചെയ്ത ഏറ്റവും വലിയ ദുൽമ ശിർക്കും കുഫറുമാണ്. അത് ചെയ്തത് ഭാര്യയാണ്. ഇന്നഹും മുഗ്റഖൂൻ, അവര് മുങ്ങുക തന്നെ ചെയ്യും, അവര് മുങ്ങി മരിക്കാൻ പോകുന്നു. അല്ലാഹു പറഞ്ഞു, നൂഹ് നബിയേ, ഇന്നാ മുനജ്ജൂക വഅഹ്ലക, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഞാൻ രക്ഷപ്പെടുത്തും. വെള്ളപ്പൊക്കമുണ്ടായി. തന്റെ പ്രിയപ്പെട്ട മകൻ കനആൻ, യാം ആണ് ആ മകൻ എന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും കനആൻ എന്നറിയപ്പെടുന്ന ആ മകൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് വാപ്പയായി നൂഹ് നബി കണ്ടുകൊണ്ട് കണ്ടു. നൂഹ് നബിക്ക് കഥ അറിയില്ല. അപ്പോഴും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ നങ്കൂരമിടുകയാണ്. അല്ലാഹുവേ, എന്റെ ഭാര്യ രക്ഷപ്പെടുകയില്ലെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ മകനോ? റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ അഹ്ലിൽപ്പെട്ടവനാണല്ലോ. ഇന്നാ മുനജ്ജൂക വഅഹ്ലക, സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെയും നിങ്ങളുടെ അഹ്ൽ കുടുംബത്തെയും ഞാൻ രക്ഷപ്പെടുത്തും. ആദ്യം അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ അവൾ രക്ഷപ്പെടൂലേ, നിങ്ങളുടെ കുടുംബത്തെ ഞാൻ രക്ഷപ്പെടുത്തും. നൂഹ് നബിയുടെ മറുപടി, ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ കുടുംബക്കാരനാണല്ലോ. പടച്ചവനെ, എന്റെ മകന് സംഭവിച്ചത്? വഅൻത അർഹമുർ റാഹിമീൻ, അല്ലാഹുവേ, നീ ഏറ്റവും കരുണയുള്ളവനാണല്ലോ. എന്റെ പ്രിയപ്പെട്ട മകന് എന്ത് സംഭവിച്ചു പോയല്ലാ? ഉലമാ പറയും, ഭാര്യ മോശാണെങ്കിൽ ഒരുപക്ഷെ ആ ഭാര്യയെ ക്ഷമിച്ചു കൊണ്ടുനടന്നാൽ ആ ഭാര്യയിൽ നിന്ന് കൺകുളിർമയുള്ള മക്കളെ അള്ളാഹു കൊടുത്തേക്കുന്ന, അങ്ങനെ ഉണ്ടാവും. ഭാര്യ മോശാണ്, അവളൊപ്പം ജീവിച്ചിട്ട് ഒരു റാഹത്തുമില്ല, പക്ഷെ അവളിൽ നിന്നുണ്ടാകുന്ന മക്കൾ, അവൾ ജന്മം കൊടുക്കുന്ന മക്കളിൽ അള്ളാഹു ചിലപ്പോൾ കൺകുളിർമയെ കൊടുക്കും. അങ്ങനെയാണ്. പണ്ടൊരാൾ കല്യാണം കഴിഞ്ഞിട്ട് വളരെ വിഷമത്തിലാണ്, എന്നും പ്രശ്നമാണ്. അച്ചറയോട് അച്ചറ എന്നൊക്കെ പറയില്ല നമ്മള്. ആൾക്കാർ പറഞ്ഞു, പൊന്നാര ചങ്ങാതി, ഇന്ന് അവളെ തൊലാക്കല്ലിട്ട് വേറെ കല്യാണം കഴിച്ചൂടെ, പെണ്ണുങ്ങളുടെ നാട്ടിൽ കിട്ടാഞ്ഞിട്ടാണോ എന്ന് പറഞ്ഞപ്പോ ആ നല്ല മനുഷ്യൻ പറഞ്ഞു, പിന്നെ ഈ അറബികളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ വേറെ കല്യാണം പെട്ടെന്ന് കഴിയും. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇച്ചിരി പ്രയാസമുള്ളത്, ഒരുക്ക കഴിഞ്ഞതാന്നൊക്കെ പറയും.
എല്ലാ ജോലിക്കും എക്സ്പീരിയൻസ് നല്ലൊരു പോസിറ്റീവ് അസറ്റാണ് അല്ലേ? എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ കല്യാണത്തിൽ മാത്രമേ പറ്റൂല, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലേ? ബാക്കി എല്ലാറ്റിലും എക്സ്പീരിയൻസ് നല്ലതാ, കല്യാണത്തിൽ പറ്റൂല. പക്ഷെ അറബ് നാട്ടിൽ അങ്ങനെയല്ല. ഡിവോഴ്സ് ആയി കഴിഞ്ഞാലും വേറെ ഒരു പുനർവിവാഹം, റീമാരേജ് പെട്ടെന്ന് നടക്കും. ഈ സാധു പറഞ്ഞു, പിന്നെ ഞാനിവളെ ഒഴിവാക്കാന്നല്ല, ഞാനിവളെ ഒഴിവാക്കി ഏതെങ്കിലും ഒരു സാധുവിന്റെ തലയിൽ ഇവള് വന്ന് പെടും. അപ്പോൾ അവൻ സഹിക്കണ്ടേ, അത് എന്റെ മുസ്ലിമായൊരു സഹോദരനല്ലേ, അത് ഞാനങ്ങ് സഹിച്ചോളാം. കുറെ കാലം കൊണ്ടിടന്നു, പിന്നെ ഇയാൾ ഒഴിവാക്കേണ്ടി വന്നു. നാട്ടുകാർ വിടൂലല്ലോ. നാട്ടുകാരപ്പം ചോദിക്കും, എന്തേ പിന്നെ ഒഴിവാക്കിയെന്ന്. നാട്ടുകാർ ഭയങ്കര രസമാണല്ലോ. എന്താ മൂപ്പര അങ്ങനെ പറയാൻ കാരണം, ഇങ്ങനെ തിരുത്തി എന്താ അങ്ങനെ പറയാൻ കാരണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്താ പിന്നെ നിങ്ങൾ ഒഴിവാക്കിയത്, ആദ്യം ഒഴിവാക്കൂല എന്നൊക്കെ വല്ല ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തേ ഒഴിവാക്കിയത് എന്ന് ചോദിച്ചു. ഞാൻ അവൾ ഒഴിവാക്കിയിട്ട് വേറൊരുത്തപ്പോൾ കെട്ടിയിട്ടുണ്ട്. അവളിപ്പോ എൻ്റെ ഒരു മുസ്ലിമായ സഹോദരന്റെ ഭാര്യയാണ്. എൻ്റെ മുസ്ലിമായൊരു സഹോദരന്റെ ഭാര്യയെ പറ്റി ഞാൻ അരുതാത്തത് പറയാൻ പാടില്ലല്ലോ. കഴിഞ്ഞു. എന്തൊരു റാഹത്തുണ്ടാവും അങ്ങനെയൊക്കെയാണെങ്കിൽ. നമ്മൾ എന്നാ ഇരിക്കും, ചായ തരാം, വലിയ കഥയാണത്, 2 മണിക്കൂർ സമയം ഉണ്ട് എനിക്ക് ഉണ്ട്, എന്നാ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാറ് അല്ലേ. നമ്മൾ അങ്ങനെയാ ചെയ്യുക. അങ്ങോട്ട് ഫളീഹത്താക്കും, പഴയ കഥ മുഴുവൻ പറഞ്ഞു. അവള് പോയില്ലേ, നിന്റെ ഭാര്യയല്ല. തൊലാക്കൊണ്ട് കളിക്കാൻ പാടില്ല, അതാണ്. തൊട്ടിനും പിടിച്ചിനൊക്കെ തൊലാക്കില്ല എന്ന് പറഞ്ഞ് മനുഷ്യന്മാരെ കുടുംബജീവിതം താറുമാറിലാകുന്ന അവസ്ഥകൾ സംഭവിക്കാറുണ്ട്. കളിക്കാനുള്ളതല്ല ഇത്, സീരിയസ് ആണ്, കളിക്കാൻ പാടില്ല. അബ്ഗദുൽ ഹലാലി ഇലല്ലാഹ്, അള്ളാഹിന്റെ അർശ് വിറക്കുന്ന പറഞ്ഞത്. അർശ് വിറക്കും, ഒരു തൊലാക്ക് സംഭവിക്കുമ്പോ അള്ളാഹുവിന്റെ അർശ് വിറക്കുന്ന. അതുകൊണ്ട് കളിക്കാൻ പാടില്ല, അതുകൊണ്ട് തമാശ പോലും പറഞ്ഞ് കളിക്കാൻ പാടില്ല എന്ന്. ഹലാലുഹു ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ. നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടത്. തമാശ പറഞ്ഞാലും കാര്യമാണ്, കാര്യത്ത് പറഞ്ഞാലും കാര്യമാണ്. അതിൽപ്പെട്ടത് അത്വലാഖു വന്നികാഹു വറജ്അ, തിരിച്ചെടുക്കലും തൊലാഖ് ചൊല്ലലും അതുപോലെ തന്നെ നിക്കാഹ് ചെയ്യലും അങ്ങനെയാണ്. തമാശ പറഞ്ഞാലും നിക്കാഹാവും, കാര്യത്ത് പറഞ്ഞാലും ആവും. കളിക്കാൻ പാടില്ല. സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനെ സംബന്ധിച്ച ചോദിക്കുന്ന, അല്ലാഹുവേ എന്റെ ഭാര്യ മോശക്കാരിയാണ്, ഭാര്യ മോശക്കാരിയാണെങ്കിലും അവരെ ക്ഷമിച്ചവരോടുകൂടെ നിന്നാൽ നീ എന്തെങ്കിലും ഒരു സമ്മാനം, ഒരു നല്ല മക്കളെങ്കിലും അത് കാരണം തരുമല്ലോ റബ്ബേ. എന്റെ മകൻ കൻആൻ എന്റെ കൺമുമ്പിൽ മുങ്ങി മരിച്ചത്. എന്തു പറ്റി കൻആനിന്? അല്ലാഹുവേ ഇന്ന ബിനി മിൻ അഹ്ലി വഇന്ന വഅദകൽ ഹഖ്. അല്ലാഹുവേ നീ എനിക്ക് തന്ന കരാർ സത്യമാണല്ലോ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നാ മുനജ്ജൂക വഅഹ്ലക, എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുമെന്ന്. ഭാര്യയില്ല എന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിനെനിക്ക് ചോദ്യവുമില്ല. എന്റെ മകൻ എന്തു പറ്റി? വഅൻത അഹ്കമുൽ ഹാകിമീൻ. അല്ലാഹുവേ നീ ഏറ്റവും നല്ല വിധി പറയുന്നവനാണല്ലോ തമ്പുരാനെ. എന്താ പറ്റിയത്? അല്ലാഹുവിന്റെ മറുപടി വരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. നൂഹ് നബിയെ, നിങ്ങളുടെ ബന്ധുവാണ് മകനെന്നല്ലേ നിങ്ങൾ പറയുന്നത്, എന്നാൽ നിങ്ങൾ കേൾക്കുക, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിങ്ങളുടെ ബന്ധുവല്ല നൂഹ് നബിയെ. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ തന്നെ ഒരു ദുഷ്പ്രവൃത്തിയാണ്. ചെയ്യുന്നവനെന്നല്ല, അവൻ തന്നെ ദുഷ്പ്രവൃത്തിയാണ്. ഇതൊക്കെ വല്ല ആളൊരു കച്ചറയാണെന്ന് അറിയില്ല, കച്ചറ ചെയ്യുന്നവനല്ല. അനസ് ബിൻ മാലിക് ബിൻ നദറിന്റെ ഭാര്യയായിരുന്ന അദ്ദേഹം മുസ്ലിം അല്ലാതെ വന്നപ്പോ മുസ്ലിമിനെ കല്യാണം കഴിച്ചു മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു. അനസ് തങ്ങളെ വളർത്തിയത് അബൂ തുൽഹ തങ്ങളാണ്. അനസ് എന്നവരുടെ വാപ്പ അബൂ തുൽഹ എന്നവരല്ല. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ഒരു മുസ്ലിമായിരുന്നു. റുമൈസ ബീവിയെ ജാഹിലിയത്തിൽ കല്യാണം കഴിച്ച ആള് മുസ്ലിമാ, മാലിക് ബിൻ നദർ. അയാളെ കൈവിട്ടു, എനിക്ക് ഇയാളെ വേണ്ടാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, റുമൈസ നീ എന്റെ കൂടെ പോരുന്നുണ്ടോ? ഞാൻ ഷാമിലേക്ക് പോവുകയാണ്. പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാനില്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ പോരുന്നില്ല. പ്രിയപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോ ഉമ്മ മഹദി റളിയല്ലാഹു അൻഹ ആ കുഞ്ഞിനെ താരാട്ട് പാടുകയായിരുന്നു. താരാട്ട് പാട്ടുറക്കും. എന്താണ് താരാട്ടെന്ന് അറിയുമോ? ഫകാനത് തുലഖിനുഹു, ആ പ്രിയപ്പെട്ട മോൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ റുമൈസ ബീവി പറഞ്ഞു കൊടുത്തിരുന്ന വാക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ പോലും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ
അനസ് തങ്ങൾ ചെറിയ കുട്ടിയായിരുന്നപ്പോ മുത്തുനബിക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത സ്വഹാബിയാണ്. മദീനയിൽ വന്ന് നബി തങ്ങൾ മദീനയിൽ ജീവിച്ച കാലം 10 കൊല്ലമാണ്. അതുകൊണ്ടാ 10 ഒതുങ്ങിയത്. 100 വയസ്സ് കഴിഞ്ഞിട്ട് അനസ് എന്നവർ വഫാത്താകുന്നത്. സ്വഹാബികളിൽ അവസാന കാലങ്ങളിൽ വഫാത്തായി പോയ സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ പ്രിയപ്പെട്ട അനസ് എന്നവരെ ചെറിയ കുട്ടിയായിരുന്നപ്പോ മുസ്ലിമായ ഉമ്മ വാപ്പ ഇട്ടേച്ചു പോയിട്ടുണ്ട്. മാലിക് ബിൻ നദർ അമുസ്ലിമാണ്. ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഇസ്ലാം എന്ന് പുറത്തു പോയാൽ അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻസ്റ്റന്റ്ലി തൊലാഖ് സംഭവിക്കും. തൊലാഖ് ചൊല്ലേണ്ട ആവശ്യമില്ല. ഭർത്താവ് മുസ്ലിമാണ്, ഭാര്യ മുസ്ലിമല്ല, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. ഒന്നുകിൽ അവൾ മുസ്ലിമായിട്ട് വരണം, അല്ലെങ്കിൽ മുസ്ലിമിനെ കല്യാണം കഴിക്കേണ്ടി വരും. വലിയ ത്യാഗമാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുസ്ലിമായി വരുന്ന എത്രയോ സഹോദരന്മാരില്ലേ, എത്രയോ ആളുകൾ. ഭയങ്കര ത്യാഗമാണ് അവരൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ കാലം മുഴുവൻ ഡിലീറ്റ് ചെയ്യണ്ടേ? കഴിഞ്ഞത് മുഴുവൻ ഫോർമാറ്റ് ചെയ്യാന്നൊക്കെ പറയില്ല നമ്മള്, കമ്പ്യൂട്ടർ. കഴിഞ്ഞ മുഴുവൻ കാലം കഴിഞ്ഞു. പേര് മാറ്റി, ഐഡന്റിറ്റി മാറ്റി, എല്ലാം മാറ്റി. ഇപ്പോഴാ മുസ്ലിം ആവുക. നമ്മളൊക്കെ റമദാൻ മാസം നോമ്പ് നോറ്റിട്ട് ഏമ്പക്കെട്ട് നടക്കുക ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞിട്ട്. ഇവരൊക്കെ ചെയ്യുന്ന ത്യാഗം കാണണം. അങ്ങനെ മുസ്ലിമായി വന്ന 2 ചെറുപ്പക്കാരെ സദസ്സിലുണ്ട്, എനിക്കറിയാം. വലിയ ത്യാഗമാണത്, വലിയ ത്യാഗമാണ്. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണ്. അള്ളാഹു തആല അവർക്ക് 2 കൂലിയാ കൊടുക്കുക. 2 കൂലിയാണ്. ഒന്ന് ധർമ്മസമരത്തിന്റെ കൂലി പോലത്തെ കൂലി. സ്വന്തം നാട്ടുകാരിൽ സത്യവും ധർമ്മവും എന്താണെന്ന് മനസ്സിലായിട്ടും എന്തെങ്കിലും തഅസ്സുബിന്റെ പേരിൽ, റൈസിസത്തിന്റെ പേരിൽ അത്തരം ആളുകളെ വേട്ടയാടുന്നവർക്കിടയിൽ നിന്നുകൊണ്ടാണ് അവർ കലിമത്ത് ഷഹാദ ചൊല്ലുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അനസ് എന്നവരെ മടിയിൽ വെച്ച് താരാട്ട് പാടുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി, വളരെ ഖൈറാണ്. പക്ഷേ ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഷഹാദത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിങ്ങനെ പാടുമ്പോ അനസ് എന്നവരുടെ വാപ്പ, മുസ്ലിമല്ലാത്ത വാപ്പ മാലിക് ബിൻ നദർ അന്നേ പറയും റുമൈസ ബീവിയോട്, പെണ്ണേ ലാ തുഫ്സിദി അലാ ഇബ്നി, എന്റെ മകനെ നീ നശിപ്പിക്കല്ലേ പെണ്ണേ, എന്റെ മകനെ നീ നശിപ്പിക്കല്ലേ. അയാൾ പറയും. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയും ഇന്നി വല്ലാഹി ഉഇദ്ദു ഇബ്നി ലിഅംരിൻ ലാ തഅലമു, നിങ്ങൾ അറിയാത്ത ഒരു പ്ലാൻ എന്റെ മകനെ കുറിച്ച് എനിക്കുണ്ട്. ആ കാര്യം നടപ്പാക്കാനാണ് എന്റെ മോനെ ഞാൻ വളർത്തുന്നത്. അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ പറയും. അങ്ങനെ സംസാരിക്കാൻ പ്രായമാവുന്നതിന്റെ മുമ്പേ, വാക്കുകൾ നാവിൽ പറയാൻ പ്രായമാകുന്നതിന്റെ മുമ്പേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി കണ്ണുകൊണ്ട് കാണപ്പെടാത്ത, കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത, എന്നാൽ ഈ മഹാപ്രപഞ്ചം സംവിധാനിച്ച ഏക ഒരുത്തനായ പടച്ചവനാരോ ആ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അമ്പിളിമാമനെ പോലെ പരിപൂർണ ചന്ദ്രന്റെ ശോഭയുള്ള, അതിനേക്കാൾ ലാവണ്യവും ചമൽക്കാരവുമുള്ള ഈ മുത്ത് നബിയുണ്ടല്ലോ, അത് അള്ളാഹു ഈ ലോകത്തെ മനുഷ്യർക്ക് എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, എങ്ങനെ ജീവിക്കണമെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമെന്ന് അവൻ അറിയിച്ചു കൊടുത്ത അവന്റെ ദൂതരാണ്, അവന്റെ റസൂലാണ് മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ആ ഷഹാദത്തിന്റെ വാക്കിന്റെ അർത്ഥം, നമുക്കറിയാമല്ലോ. പ്രിയപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഈ വാക്കിങ്ങനെ പറയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഭർത്താവ് പറയും, വേണ്ട വേണ്ട, നീ ഇതൊന്നും പറയണ്ട, വേറെ വല്ല പാട്ടും പാടിക്കൊടുക്ക്. ആ പാട്ടാടുന്ന ഏർപ്പാടൊക്കെ നിർത്തിയില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ തിരിച്ചു പോകുന്നില്ലേ? എന്റെ ഇടയ്ക്ക് ഭയങ്കര എന്തൊക്കെയോ പാട്ടൊക്കെ പാടി അല്ലേ. നമ്മളെ കാസർകോട്ടുകാരായ എല്ലാ തരത്തിലെ ഗാനമേളയും വെക്കുന്ന ആൾക്കാർ, ഞാനത് തുറന്നു പറയാണ്, നിങ്ങൾ അള്ളാനെ പേടിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് അള്ളാനെ ഇഷ്ടമാണ്, ഇബ്ലീസിന് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. ചില ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും എല്ലാ നാട്ടിലും ഇല്ലേ അല്ലേ? ചെറിയ കാസർഗോഡ് ഭയങ്കര കുറിച്ച് അങ്ങനെയൊന്നുമില്ല, എല്ലാ നാട്ടിലും ഉണ്ട്. പൈസ കൈ കിട്ടിയ എല്ലാ ചെയ്യുന്ന കുരുത്തക്കേടനും ഇവിടെ ലോലും ചെയ്യുന്നുള്ളൂ. അതും കൂടെ നമുക്ക് നിർത്തണം എന്ന ആഗ്രഹം ഇൻഷാ അല്ലാഹ്. കറുത്ത നിറമുള്ളൊരു കുട്ടിയാണ്. മോനെ നിങ്ങളുടെ വാപ്പയോട് മോനെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടോ? അല്ലാഹു പറഞ്ഞത് മോനെ കേട്ടിട്ടില്ലേ? വാപ്പയോടും ഉമ്മയോടും നന്മ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞത് മോന് ഓർമ്മയില്ലേ? മോനെന്താ വാപ്പയെ ചവിട്ടുന്നത്, അടിക്കുന്നത്?
സെലക്ട് ചെയ്തെടുക്കേണ്ട വിഷയമാണ്. ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പിൽ കയറിയിട്ട് കല്യാണം കഴിച്ചുകൂടേണ്ടതല്ല. ആരാണ് തന്റെ ഭാര്യ, ആരായിരിക്കണം എന്റെ കുഞ്ഞിന്റെ ഉമ്മയാവേണ്ടത് എന്ന് വാപ്പ കല്യാണം കഴിക്കുന്ന സമയത്ത് ചെറുപ്പക്കാരൻ കൃത്യമായും ആലോചിച്ച് കൃത്യമായും തെരഞ്ഞെടുക്കേണ്ട വിഷയമാണ്. ധൃതി പിടിച്ച് ചെയ്യേണ്ട കാര്യമല്ലാതെ. فلا تكونوا ممن عرفت بالفسق والفجور. തിന്മ ചെയ്യുന്ന പെണ്ണായി പോവരുത്, തിന്മ ചെയ്യുന്ന പെണ്ണായി പോവരുത്. ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചാലൊക്കെ ചിലപ്പോൾ കുറച്ച് വിജയിക്കുന്ന കേസുകൾ വളരെ വിജയിക്കാന്ന് ഞാൻ പറയല്ല, സക്സസ്ഫുൾ ആയി പോകുന്ന കുടുംബജീവിതം കുറവാണ്, അധികവും ഫെയില്യൂറാണ്. കുറച്ച് കഴിഞ്ഞാൽ ഈ ആവേശം കുറയും. അതാ കിട്ടണവരാണ് ആവേശം ഉണ്ടാവും, കിട്ടിക്കഴിഞ്ഞാൽ ആവേശം പോകും. ഒരു ഐഫോൺ 6 വാങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചു നോക്കി, എന്തോ ഒരു രസമായിരിക്കും വാങ്ങണ മുമ്പ്. അത് കൈ കിട്ടി 1 മാസം കഴിഞ്ഞാൽ തീരും. ഇത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു എന്തോ ഇനിയിപ്പോൾ 6+ എന്താ ഇറങ്ങിയതാണ്, ഇനി പ്ലസ് മതി എന്ന് അറിയാം. മറ്റേതും എടുത്തു. ഈ പ്രേമ കല്യാണത്തിന്റെ അവസ്ഥ ഇതാണ്. അത് അച്ചീവ് ചെയ്യണവരെ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. അവൻ്റെ ഉമ്മയും വാപ്പയും പറഞ്ഞിട്ടില്ല, അവൻ്റെ ഉമ്മയും വാപ്പയും അവൻ്റെ സുഹൃത്തുക്കളായിരിക്കും. ഓല് പറഞ്ഞത് അവൻ കേൾക്കാം, ആവേശമൊക്കെ തീരും. അപ്പൊ ഇവന്റെ ചിരി കണ്ട് മയങ്ങി പോന്നതാണ് ഇവള്. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടതാണ്, കോളേജിൽ നിന്ന് കണ്ടതാണ്, റോഡ് സൈഡിൽ നിന്ന് കണ്ടതാണ്, അല്ലെങ്കിൽ സ്ഥിരം ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമറാണ്. ഇവന്റെ ചിരി കണ്ട് അവൾ മയങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവനേക്കാളും ഗ്ലാമറുള്ള ഒരുത്തന്റെ ചിരി കണ്ട അവൾ മയങ്ങും. അതാണ് ഇതിന്റെ ലോജിക് അല്ലേ? ആണ്, അതാണ്. അത് ഇവന് തടയാൻ പറ്റൂല. നിങ്ങൾ എന്റെ ഒപ്പം അങ്ങനെയല്ല കൂടിയത് എന്നോട് പറയും, പിന്നെ മിണ്ടാൻ പറ്റൂല. ആരാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാതാവേണ്ടതെന്ന് നിങ്ങൾ ചിന്തിച്ച് വളരെ കൃത്യമായി തിരഞ്ഞെടുക്കേണ്ട വിഷയമാണ്. ഒരു ബാപ്പ മക്കളോട് ചെയ്യേണ്ട ബാധ്യതയാണ് എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ചിലർ പറയും ഞാൻ കല്യാണം എനിക്ക് കുട്ടികളൊന്നും വേണ്ട. ആ ഡയലോഗൊക്കെ പറഞ്ഞൊരു 3 കൊല്ലം കഴിഞ്ഞവൻ താനെ വരും. ഉസ്താമാരുടെ അടുത്തൊക്കെ ദോരക്കണം കേട്ടോ, വന്നാര ഉസ്താദ് ഒരു കുട്ടി ഉണ്ടാവാന്. ആദ്യം വിചാരിച്ചു ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ. കുട്ടികൾ നാട്ടുകാർ വിടൂലല്ലോ, അതല്ലേ ആർക്കാ കുഴപ്പം ചോദിച്ചു കിടക്കും. പിന്നെ കുടുങ്ങിയില്ലേ ഓൾക്കാ നിനക്കാ ഗൾഫിക്ക് 6 മാസം തൊട്ടുണ്ടായില്ലേ, വല്ലാത്ത ടിക്കറ്റ് പോയില്ലേ, ഇങ്ങനൊക്കെ പറയും നാട്ടുകാര്. അപ്പൊ കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോഴേ ആരാണ് നിന്റെ കുഞ്ഞിന്റെ ഉമ്മയാവേണ്ടത് എന്ന് എന്ത് ചെയ്യണം, ആലോചിച്ച് ചെയ്യേണ്ടത്. മക്കളോട് ബാപ്പ ചെയ്യുന്ന ഉത്തരവാദിത്തമാണ്. ചാടിച്ചു കൊണ്ടുവരണ്ട, എന്ത് ചെയ്യാ, തീരുമാനിച്ചാലോചിച്ച് അവളുടെ ദീനും ചുറ്റുപാടും സ്വഭാവവും ഒക്കെ ബോധ്യപ്പെട്ടിട്ട് അറേഞ്ച്ഡ് മാരേജ്, അതിലെ ബറക്കത്തുള്ളൂ. അതിനാണ് അള്ളാഹുവിന് പൊരുത്തം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ ബാധ്യത ഉമർ തങ്ങൾ മകന്റെ മുമ്പിൽ വെച്ച് വാപ്പയോട് പറഞ്ഞു കൊടുക്കുന്നു, മകന് ഏറ്റവും നല്ല പേര് വെക്കണം, നല്ല അർത്ഥമുള്ള പേര്, സ്വഹാബത്തിന്റെ പേര്, അംബിയാഇന്റെ പേര്, അല്ലെങ്കിൽ നല്ല അർത്ഥമുള്ള പേര് വെക്കണം, മുസ്ലിമാണെന്ന് തോന്നുന്ന പേര് വേണം. ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കൂ, ഉമർ എന്നവരെ അമീറുൽ മുഅ്മിനീൻ 3 എണ്ണമുണ്ടല്ലോ, എന്റെ വാപ്പയോട് പറഞ്ഞു കൊടുക്കിൻ, അൻ യുഹഫിദഹുൽ ഖുർആൻ, ആ മകന് ഒരൽപ്പമെങ്കിലും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. വാപ്പയുടെ ബാധ്യതയാണ്. ഗെയിമൊക്കെ നമ്മൾ ഇഷ്ടം പോലെ അയച്ചു കൊടുക്കേണ്ട കുട്ടിക്ക്, ഖുർആൻ പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ 3 വിഷയം പറഞ്ഞപ്പോ ഈ മകൻ പറഞ്ഞു, വല്ലാഹി യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്ന അബീ മാ ഫഅല ദാലിക്, എന്റെ വാപ്പ ഇതൊന്നും ചെയ്തിട്ടില്ല, അമീറുൽ മുഅ്മിനീൻ ഇതൊന്നും ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എന്റെ ഉമ്മ ആരാണെന്നറിയുമോ? അമീറുൽ മുഅ്മിനീൻ, അടിമച്ചന്തയിൽ വിൽക്കപ്പെടുന്നിരുന്ന എന്റെ ഉമ്മ. ഫഅമ്മാ ഉമ്മി ഫഹിയ സൗദാ ഇശ്തറാഹാ ബിദിർഹമൈൻ, 2 ദിർഹമിന് അടിമച്ചന്തയിൽ നിന്ന് കറുത്ത വർഗക്കാരിയായ ഒരു ഭംഗിയും ഒരു സ്വഭാവ ഗുണങ്ങളും ഇല്ലാതിരുന്ന 2 ദിർഹമിന് വില കുറഞ്ഞു കിട്ടിയപ്പോൾ എന്റെ ഉപ്പ വാങ്ങിച്ചു പോന്നവളാണ് എന്റെ ഉമ്മ. അന്ന് അടിമപ്പെണ്ണുങ്ങൾ വ്യഭിചാരം ചെയ്യുന്നവരാണെന്ന് അറിയപ്പെടുക. അടിമപ്പെണ്ണുങ്ങളിൽ ആ വ്യഭിചാരം ഉണ്ടായത്. നിങ്ങൾ ലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാഇ ഇൻ അറദന തഹസ്സുന, ആ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ മുഫസ്സിരിങ്ങൾ പറയും, അടിമപ്പെണ്ണുങ്ങൾ വ്യഭിചാരം കൊണ്ട് നടന്നവരാ, അതിലൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചവരാണ്. എന്റെ ഉമ്മയെ 2 ദിർഹമിന് കൊടുത്തിട്ടാണ് എന്റെ വാപ്പ വാങ്ങിച്ചത്.
ഒരടിമ സ്ത്രീയെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ അടിമ സ്ത്രീയിൽ ഇയാൾക്ക് മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അവളെ ആ ഉമ്മയെ പിന്നെ ഉമ്മു വലത് എന്നാണ് പറയാ. മക്കൾ ജനിക്കുന്നതോടുകൂടെ അടിമയല്ലാതെയാവുകയും ചെയ്യും. ഇന്ന് അടിമ സമ്പ്രദായം ഇല്ല എന്ന് തീർത്തു പറയട്ടെ. ആലിമീങ്ങളുടെ 150 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നിന്ന് അടിമ സമ്പ്രദായം തീരെ ഇല്ലാതെയായിട്ടുണ്ട്. 150 വർഷം മുമ്പ് ഒറ്റയിട്ട് അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് വരാം. 150 വർഷങ്ങൾക്കിപ്പുറം ഇനി അടിമ സമ്പ്രദായമേ ഇല്ല. അതുകൊണ്ടാണ് വീട്ടിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അടിമയെന്ന് പറഞ്ഞുകൂടാ. അടിമകളെ സമീപിക്കാൻ പറ്റുമെന്ന് പറയുന്ന മസാല ഇന്നത്തെ ജോലിക്കാരികളോട് പാടുള്ളതല്ല, ഹറാമാണ്, വ്യഭിചാരത്തിന്റെ കുറ്റമാണ്. ഉമർ എന്നവരെ എന്റെ ഉമ്മയെ വാങ്ങിച്ചു കൊണ്ടുവന്നു 2 ദിർഹമിനെ കച്ചവടത്തിന് ഉദ്ദേശിച്ചു വന്നതാണ്. ഒരു രാത്രി എന്റെ ഉമ്മയുടെ കൂടെ കിടന്നു. അങ്ങനെയാണ് എന്റെ ഉമ്മ എന്നെ ഗർഭം ധരിക്കുന്നത്. ആ ഉമ്മയെയാണ് എനിക്ക് ഉമ്മയായി തിരഞ്ഞെടുത്തത്. എന്റെ ഉമ്മയുടെ നാട് ഏതാണെന്ന് വാപ്പാക്ക് അറിഞ്ഞിട്ടില്ല. എന്റെ ഉമ്മയുടെ കുടുംബം ഏതാണെന്ന് വാപ്പാക്ക് അറിയില്ലായിരുന്നു. അമീറുൽ മുഅ്മിനീൻ, എന്റെ ഉമ്മ നല്ല നടപ്പുകാരിയാണോ ഇതൊന്നും നോക്കിയിട്ടില്ല. ചീപ്പ് എന്ന് പറഞ്ഞ്, വില കുറഞ്ഞത് എന്ന് പറഞ്ഞ് അടിമയായ ഉമ്മ, ഒരു പെണ്ണിനെയാണ് എന്റെ ഉമ്മയെ തിരഞ്ഞെടുത്തത്. രണ്ടാമത്തെ വിഷയം, മകന് നല്ല പേര് വെക്കണമെന്നാണല്ലോ. എന്റെ മകന് എനിക്ക് പേര് വെച്ചത്, എന്റെ വാപ്പ പേര് വെച്ചത് എന്താണെന്ന് അറിയുമോ? എന്താ? ജുഅൽ എന്ന് പറഞ്ഞാൽ ശമ്പളം എന്നാ, പൈസ, കൂലി എന്ന് പറയില്ലേ. എനിക്കൊരു അബ്ദുള്ള എന്നോ അബ്ദുറഹ്മാൻ എന്നോ ഒരു അഹ്മദ് എന്നോ പേരിടാതെ ജുഅല, അതും പൈസ തന്നെ, കൂലി എന്നതിന്റെ അർത്ഥം. എന്റെ ഉമ്മയെ വാങ്ങിച്ചത് 2 ദിർഹമിന്. വാപ്പാക്ക് പൈസ ഇല്ലാതെ മറ്റൊരു ചിന്തയുമില്ല. എനിക്ക് പേര് വെച്ചതും ജുഅൽ എന്ന്. അത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത് പോലും എനിക്ക് എന്റെ വാപ്പ പറഞ്ഞു തന്നിട്ടില്ല, പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈ മറുപടി കേട്ടപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചുകൊണ്ട് ആ വാപ്പയോട് പറഞ്ഞത്, ഇദ്ഹബ് വലാ അറാക്, പോടോ എന്റെ മുമ്പിൽ നിന്ന്, നിന്നെനിക്ക് കാണണ്ട, നീ എന്റെ മുമ്പിൽ വരരുത് എന്ന് പറഞ്ഞ് ആ വാപ്പയെ ആട്ടി ഓടിച്ചിട്ടുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ പറഞ്ഞ വാക്ക്, ഫവല്ലാഹി ലഖദ് സബഖത വലദക ഇലൽ ഉഖൂഖ്, നിന്റെ മകൻ നിന്നെ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിന്റെ മുമ്പ് നീ നിന്റെ മകനെ ഉപദ്രവിച്ചവനാണ്. അതുകൊണ്ട് നിന്റെ പരാതി ഞാൻ കേൾക്കുകയില്ല, പൊയ്ക്കോ ഇവിടുന്ന് എന്ന് ആട്ടി ഓടിച്ചു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇദ്ഹബ് വലാ അറാക അബദാ, എന്റെ മുമ്പിലേക്ക് വരരുത്. അപ്പേ പറഞ്ഞേക്ക് എന്താണെന്നറിയോ, ഗൾഫിൽ നിന്ന് പൈസ കൊടുത്താലൊന്നും മക്കളോടുള്ള ബാധ്യത തീരുന്നില്ല എന്ന് നമുക്കൊക്കെ ഇപ്പൊ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗൾഫിലുള്ളവര് ലാഭം വിചാരിക്കില്ല. എല്ലാവരും എപ്പോഴും പറയാം, ഈ ഗൾഫിൽ നിൽക്കുന്നത് വലിയ സുഖം ഉണ്ടായിട്ടൊന്നല്ലോ സാറേ, ഇവിടുത്തെ കുബൂസ് എന്നാ പുതിയായിട്ടല്ല വരുന്നത്. നാട്ടിൽ നിൽക്കുന്ന ടെൻഷൻ അറിയണ്ട. ഒരു 10,000 ഉറുപ്പിക അയച്ചാല് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരെ ഇഞ്ചക്ഷൻ കൊടുക്കുക, ഗ്ലൂക്കോസ് കയറ്റുക, അതൊക്കെ പെരക്കാര്. നമുക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് TV കണ്ട് കിടന്നാൽ മതിയല്ലോ. ഇവിടെ ഈ ടെൻഷൻ അറിയണ്ട. നാട്ടിലുള്ളവർക്ക് അതൊക്കെ അറിയേണ്ടതുള്ളൂ. പൈസ അയച്ചാൽ തീരുമല്ലോ. ആ റാഹത്തിനായി കയറി പോരുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നെ തിരിച്ചു വരുമ്പോഴേ മക്കളൊന്നും ഉണ്ടാവില്ല. മക്കൾ ചോദിക്കുക, പിന്നെ ഇത് ആരാന്നാ ചോദിക്കുക, ആരായി വന്നിരിക്കണമ്മ, ഇത് നിന്റെ വാപ്പയാണോ മോനെ? വാപ്പേ. മക്കൾക്ക് വാപ്പയെ തിരിച്ചറിയാൻ പറ്റാതെ വരും. പിന്നെ ആ മക്കളിൽ നിന്ന് എങ്ങനെയാ നമ്മൾ നന്മ പ്രതീക്ഷിക്കുക? വാപ്പമാരോട് പറയാണ്, ഇത് കേൾക്കുന്ന ചെറുപ്പക്കാർ, നാളെയല്ലെങ്കിൽ അടുത്ത ഭാവിയിൽ വാപ്പമാരാവേണ്ടവരാണ്, ഒരു കുടുംബത്തിന് നേതാക്കന്മാരാവേണ്ടവരാണ്. മനസ്സിലാക്കി വെക്കുക. ദീൻ എന്നത് ഒരാൾക്കും ഒളിച്ചോടാൻ പറ്റാത്ത വിധം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ് ഇസ്ലാം. നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ കുടുംബത്തെ. നിങ്ങളാണ് അതിന് ഉത്തരവാദികൾ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ വീട്, അവിടെ അതിഥിയായി പോയിരിക്കുകയാണ് ഒരാൾ. കുട്ടികളെ വളർത്തേണ്ട ആ ഒരു ചുറ്റുപാടിനെ സംബന്ധിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ അയാൾ പറഞ്ഞു, എന്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ കുട്ടി പഠിക്കുമ്പോ വാപ്പയുടെ ആകെയുള്ള ശ്രദ്ധ മോൻ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് മാത്രമാ ചോദിക്കാറ്. ഖുർആനോദിയോ നിസ്കരിച്ചോ ഇതൊന്നും വാപ്പാക്ക് വിഷയമല്ല. ഏതെങ്കിലും ഒരു ദിവസം സ്കൂൾ ഓഫാണെന്ന് പറഞ്ഞാൽ വാപ്പാക്ക് കാരണം അറിയണം, എന്തുകൊണ്ട് പോയില്ലെന്നറിയണം, ഒക്കെ ബോധിപ്പിക്കണം. നിസ്കാരം പ്രശ്നമല്ല. ആ മകന് 10 വയസ്സായപ്പോഴും വാപ്പാക്ക് ശ്രദ്ധ വരുന്നില്ല. മോനോടൊന്ന് നിസ്കരിക്കണമെന്ന് വാപ്പ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. വളരെ ദാരുണമായ സംഭവം. മുസ്ലിം ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം. ഇത് നടന്നത് അറബ് ലോകത്താണെന്നതാണ് വലിയൊരു അത്ഭുതം. അറബ് ലോകത്താണ് നടന്നത്.
ആ കേസിന്റെ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മകന്റെ കയ്യിൽ കാശ് കിട്ടാൻ വേണ്ടി തുടങ്ങി. 50 റിയാൽ അവന്റെ കയ്യിലേക്ക് വരണം. 50 റിയാൽ ഒരു ദിവസം. വാപ്പ് കൊടുക്കുന്ന ചെലവിൽ നിന്ന് ഏറെ വാങ്ങിക്കാൻ തുടങ്ങിയവൻ 10th-ലെത്തിയപ്പോ 10ാം ക്ലാസ്സിലെത്തിയപ്പോ കയ്യിൽ കാശ് കിട്ടി തുടങ്ങുമ്പോൾ മക്കൾക്ക് പൈസയുടെ വില അറിയാതെ വരും. 100ന്റെ കടലാസ്, അങ്ങനെ പറയാം, 100ന്റെ കടലാസ്, 500ന്റെ കടലാസ്, ഇതിന്റെ മൂല്യം എത്രയാണെന്ന് അവൻ അറിയില്ല. പെങ്ങളിൽ നിന്ന് ഒരു 50 ഏറെ വാങ്ങാൻ തുടങ്ങി. ഉമ്മയെ പേടിപ്പിച്ചു വാങ്ങിച്ചു. ഉമ്മമാര് പിന്നെ വേഗം പേടിച്ചു കൊടുക്കും. അതാണ് അവ. സ്വന്തം ജന്മം നൽകിയ കുഞ്ഞുങ്ങളെ ഉമ്മമാര് പേടിക്കണ കാലാണ്. ആ കുഞ്ഞിനെ താലോലിച്ച് വളർത്തിയ ഉമ്മയാണ്. ആ ഉമ്മയുടെ നെഞ്ചിൽ നിന്നാണ് അവന് പോഷണം കിട്ടിയത്. ഇതൊന്നും ചിന്തിക്കൂലല്ലോ. വളർന്ന് വലുതാകുമ്പോ താൻ ആരോ ഒരാളായിട്ടുണ്ട്. തന്റെ ഉമ്മയെ മറന്നു പോകുന്നവർ. നല്ല സ്നേഹവും കരുണയുമുള്ള ഉമ്മമാർ, നല്ല ജഗജില്ലിയായ ഉമ്മമാർ വേറുണ്ടേ. മക്കള് വെറും പൈസക്ക് മാത്രം പറഞ്ഞേക്കണ ഉമ്മാരുണ്ട്. പൈസ അയച്ചാൽ മതി, ഓൻ ജീവിച്ചിരിപ്പില്ലെങ്കിലും കുഴപ്പമില്ല, പൈസ കിട്ടിയാൽ മതി. സുബ്ഹാനല്ലാഹ്, അങ്ങനെയല്ല. മയക്കുമരുന്നിന് അടിമയാകാൻ പോവുകയാണ് ഈ ചെറുപ്പക്കാരൻ. സ്കൂളുകളുടെ പരിസരങ്ങളിൽ മയക്കുമരുന്ന് വിൽപ്പനകൾ നടക്കാറുണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ചിലപ്പോ, അല്ലാഹു ആലം. ഞാൻ പറയട്ടെ, നമ്മുടെ ബങ്കരക്കുന്നിന്റെ ഒരു ഭാഗത്തും നമ്മുടെ പരിസരത്ത്, നെല്ലിക്കുന്നിന്റെ പരിസര പ്രദേശങ്ങളിലോ, നമ്മുടെ കാസർഗോഡ് ടൗൺ അതിന്റെ പരിസര പ്രദേശങ്ങളാണ് ഇതൊക്കെ. വളരെ വൾനറബിൾ ആണ്. എപ്പോഴും ഏത് തിന്മയിലേക്കും ആക്സസ് കൂടും ടൗൺ ജീവിതമാകുമ്പോ. ഞാൻ പറയട്ടെ, ഒരു പോലീസോ പട്ടാളോ ഇടപെടുന്നതിന്റെ മുമ്പ് നാട്ടുകാരായ ചെറുപ്പക്കാർ ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ പിടിക്കുക, നിയമത്തെ ഏൽപ്പിക്കുക. അവര് വരട്ടെ, ഇവര് വരട്ടെ, നിയമം ഇടപെടട്ടെ. നിങ്ങൾ കണ്ടില്ല അറിഞ്ഞില്ല എന്ന് നടിക്കരുത്. നിങ്ങൾക്കറിയുമല്ലോ, നമ്മുടെ സ്കൂളിൽ പോകുന്ന മക്കൾ 10ാം ക്ലാസ് സ്കൂളിലേക്ക് പോകും. +2 സ്കൂളിന്റെ മുമ്പിൽ, ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിലെ പെട്ടിക്കടകളുടെ മറവിലാണ് പ്രായമുള്ള ആളുകൾ കച്ചവടം ചെയ്യുന്നുണ്ട്. എന്താ വിൽക്കുന്നത്? മയക്കുമരുന്ന്, ഡ്രഗുകൾ കൊച്ചു മക്കൾക്ക് കൊടുക്കാൻ. അങ്ങനെ അബദ്ധത്തിൽ പെട്ടുപോയ മക്കൾ എത്രയാണ് നമ്മുടെ സദസ്സിലുണ്ടോ? അല്ലാഹു ആലം. നമ്മുടെ പരിസരത്ത് കാണില്ലേ? പിന്നെ അവർക്ക് ഇഞ്ചക്ഷൻ വെക്കാതെ എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നില്ലേ? ഹാർട്ടും ലിവറൊക്കെ അടിച്ചു പോയില്ലേ? ശരീരം നശിപ്പിച്ചു, സ്വഭാവം നശിപ്പിച്ചു, ഈമാൻ നശിപ്പിച്ചു, കുടുംബത്തെ നശിപ്പിച്ചു, എല്ലാം തളർത്തു കഴിഞ്ഞു. അല്ലാഹു നമ്മുടെ മക്കൾക്ക് സൽബോധം കൊടുക്കട്ടെ. നാട്ടുകാരായ ആളുകൾ, ഇവിടുത്തെ ചെറുപ്പക്കാർ നല്ലവരാണ്, നന്മയെ സ്നേഹിക്കുന്നവരാണ്. അല്ലായിരുന്നെങ്കിൽ ഈ സദസ്സിലേക്ക് നിങ്ങൾ ഈ നേരം എത്തിപ്പെടില്ല, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങളുടെ മനസ്സിനുള്ളിലെ നന്മയുടെ വെളിച്ചമാണ്. ഇല്ലെങ്കിൽ വല്ല ഗാനമേള എന്തെല്ലാം ലോകത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ സദസ്സിലേക്ക് എത്തിയത് അള്ളാഹുവിനോട് സ്നേഹമുണ്ടായതിന്റെ പേര്. നിങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ദീനിനോടുള്ള ഹുബ്ബിരിക്കുന്നുണ്ട്. അള്ളാഹു അത് മരണം വരെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് ഇടപെടാൻ കഴിയണം. നമ്മുടെ മഹല്ലുകൾ, നമ്മുടെ കോർണറുകൾ, നമ്മുടെ അങ്ങാടി കവലകൾ നമുക്ക് അറിയാൻ പറ്റുന്നവയാണ് അതൊക്കെ. നിങ്ങൾക്കറിയാലോ അതൊക്കെ. ആരാണിത് വിൽപ്പന ചെയ്യുന്നത്? ആരാ കൊണ്ടുപോയി കൊടുക്കുന്നത്? ഒരു ദിവസം അങ്ങ് വാച്ച് ചെയ്ത് നിന്നിട്ടെങ്കിലും തിരക്കേടില്ല. അത്തരം ദുഷ്കർമ്മികളെ പിടിച്ചേ പറ്റൂ. ആ കൈകളെ നമ്മൾ പിടിക്കണം, നിയമത്തെ ഏൽപ്പിക്കണം. നിയമം കൈയാളണം എന്നല്ല പറയുന്നത്, നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാ. നമ്മുടെ മക്കൾ നശിച്ചു പോകരുത്. ഇവന്റെ കീശ വീർപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഒരു തലമുറയാണ് ഇവിടെ നശിക്കുന്നത്. ആര് ചെയ്താലും. നമ്മുടെ സ്കൂളുകൾ, ക്യാമ്പസുകൾ, കോളേജ് ക്യാമ്പസുകൾ വളരെ ഡേഞ്ചറാണ്. നല്ല അച്ചടക്കത്തിൽ പോയി പഠിച്ചു വരുന്ന എത്രയോ നല്ല മക്കളുണ്ട്. അൽഹംദുലില്ലാ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഹിജാബോടുകൂടെ ഇറങ്ങി കോളേജിൽ പോയി തിരിച്ചു വരുന്ന മക്കളുണ്ട്. അൽഹംദുലില്ലാ. പക്ഷേ കാസർഗോഡ് നിന്ന് ട്രെയിൻ കയറി എറണാകുളത്തെ മെഡിക്കൽ കോളേജുകളിൽ, അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന, ഹിജാബ് ധരിച്ച് ഇവിടുന്ന് ട്രെയിൻ കയറി പോകുന്ന നമ്മുടെ പെൺകുട്ടികൾ, കാസർഗോഡ് ജില്ലയിലെ പെൺകുട്ടികൾ എറണാകുളത്ത് ഇറങ്ങി തങ്ങളുടെ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ആ പർദ്ദയും മുഖാവരണവും മുഴുവനും അഴിച്ചുവെച്ച് രാത്രികാലങ്ങളിൽ അവിടുത്തെ ക്യാമ്പസിലെ ചെറുക്കന്മാരോടുകൂടെ കറങ്ങുന്നത് എറണാകുളത്തുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സങ്കടം തോന്നുന്നുണ്ട് ഉസ്താദേ, ഞങ്ങൾ ഒരുപാട് പെൺകുട്ടികളെ പിടിച്ചിട്ടുണ്ട്. കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ. ആരാണ് ഈ മക്കളെന്നറിയോ? പർദ്ദ ധരിച്ചു വരുന്ന മക്കളാണ്. നമ്മുടെ വീടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കൾ. ഉമ്മ വിളിക്കും, കുഴപ്പമില്ലല്ലോ മോളെ, സുഖം തന്നെയല്ലേ? സുഖമാണ്. എന്ത് സുഖം? അവര് ഹറാം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോഴേ ആ പർദ്ദ അവരിടുന്നുള്ളൂ. ഒന്ന് അന്വേഷിക്കണം രക്ഷിതാക്കൾ. 50,000 ലക്ഷം കൊടുക്കണില്ലേ ക്യാമ്പസിലേക്ക്? ഒന്ന് പോയി നോക്കണം എന്റെ മോൾ എങ്ങനെയാ നടക്കുന്നത്. നമ്മുടെ മക്കൾ ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോ വേദന തോന്നുന്നുണ്ട്. മുസ്ലിമീങ്ങളായ മക്കൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾ, ബഹുഭൂരിപക്ഷം മുസ്ലിം കുടുംബത്തിലെ മക്കൾ പഠിക്കുന്ന കോളേജുകൾ മംഗലാപുരത്തുണ്ട്, ഇല്ലേ? ക്യാമ്പസുകളിൽ ആരാ കുരുത്തക്കേട് കളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഹൈന്ദവരായ മക്കൾ, ക്രിസ്ത്യാനികളായ സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ മക്കൾ അച്ചടക്കത്തിൽ പഠിച്ചു പോരുന്നവരാ.
ആരവിടെ പോയി കാശ് വിതറി പ്രശ്നങ്ങളും കുഴപ്പങ്ങളും അനാവശ്യങ്ങളും ഉണ്ടാക്കുന്ന ചോദിച്ചാൽ നമ്മുടെ സഹോദരങ്ങളല്ലേ, നമ്മുടെ മുസ്ലിമീങ്ങളല്ലേ സഹോദര. ആലോചിച്ചു നോക്കി. ഞാൻ ആഗ്രഹിച്ചു പോവാൻ, നമ്മുടെ മക്കൾ ഒരു ക്യാമ്പസിലേക്ക് എത്തിയാൽ അവിടുത്തെ ഗുരുത്തക്കേട് നമ്മുടെ മക്കളെ കൊണ്ട് നിൽക്കണം. നമ്മുടെ മക്കൾ ക്യാമ്പസ് നന്നാക്കണം. അവിടുത്തെ റാഗിങ്ങിനോ തോന്നിവാസത്തിനോ അല്ല നമ്മുടെ മക്കൾ. ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അവിടെ നന്മ വരണം എന്ന ചിന്ത വേണം. അവിടെ പോയി കുതിര കളിക്കാനുള്ളതല്ല. നമ്മുടെ മക്കൾ എങ്ങനെയാ പഠിക്കുന്ന ആലോചിക്കുക. രാത്രികാലങ്ങളിൽ ഓടുന്ന ബസ് റൂട്ടുകൾ, ഞാനൊരു പ്രഭാഷണത്തിൽ പറഞ്ഞു ഈ വിഷയം. പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നുണ്ട്, ഗവൺമെന്റ് സർവീസുകൾ ബസ്സുകൾ ഓടുന്നുണ്ട്. കാസർഗോഡ് നിന്നും എറണാകുളത്തേക്കും ട്രിവാൻഡ്രത്തേക്കും ബസ് ഓടുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന്, കുമളിയിൽ നിന്ന്, അടിമാലിയിൽ നിന്ന് ഇങ്ങോട്ട് കണ്ണൂരിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക്, മലയോരങ്ങളിലേക്ക് പ്രൈവറ്റ് ബസ് സർവീസുകളുണ്ട് രാത്രി. നിങ്ങൾക്ക് അറിയുമായിരിക്കും. നമുക്ക് ചെറുപ്പത്തിൽ വേണ്ട പറയുന്ന സമയത്ത് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള പരിചയ ഓർമ്മയൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ബസ്സുകൾ ഓടുന്നുണ്ട്. ഈ അടുത്ത കാലം, കഴിഞ്ഞ മാസമാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഞാൻ ആ ബസ്സിൽ കയറി, കോഴിക്കോട് നിന്ന് കണ്ണൂർ വരെ കയറി. ബാക്ക് സീറ്റ് കാലിയാണ്. എന്റെ തൊട്ടു മുമ്പിൽ 3 ആൾക്ക് ഇരിക്കാനുള്ള സീറ്റുണ്ട്. രാത്രി ഓടുന്ന ബസ്സാണ്. കോഴിക്കോട് നിന്ന് 1 മണിക്ക് പോരുന്ന ബസ്. കോഴിക്കോട് സ്റ്റാൻഡിലെത്തുമ്പോൾ അവർ ലൈറ്റ് ഓൺ ചെയ്യും. ആ ബാക്ക് സീറ്റിൽ ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. എനിക്കതിന് ഇപ്പുറത്തെ സീറ്റ് കിട്ടി. ഞാൻ അവിടെ ഇരുന്നു. ഞാൻ ഉറങ്ങുന്നില്ല, എനിക്ക് കണ്ണൂർ ഇറങ്ങണം. ഈ ബസ്